ഇന്ന് ദ സൈബർ സ്പേസ് എന്ന ലെസനാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് എസ്തർ ഡൈസൺ എന്ന റൈറ്ററാണ്. 1995 US സെനറ്റിൽ ഒരു സെനറ്ററായ ജിം എക്സോൺ എന്ന് പറയുന്ന അദ്ദേഹം, അതായത് ഇൻ്റർനെറ്റിൻ്റെ പുറത്ത് കൺട്രോൾ കൊണ്ടുവരണം, കാരണം ബാർബേറിയൻ പോർണോഗ്രാഫേഴ്സ് നമ്മുടെ യൂത്തിനെ, അമേരിക്കൻ യൂത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻ്റർനെറ്റിനെതിരെ ആയിട്ട് വരുന്ന ഒരു ആക്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെ ശേഷം എഴുതിയ ആർട്ടിക്കിളാണ്, എസ്തർ ഡൈസൺ എഴുതിയ ആർട്ടിക്കിളാണ് ദ സൈബർ സ്പേസ്. അതായത് ഈ ഇൻ്റർനെറ്റിൻ്റെ പുറത്ത് കൺട്രോൾ കൊണ്ടുവരുന്നതിന് എതിരായിട്ട് എഴുതിയിട്ടുള്ളതാണ് ഈ സൈബർ സ്പേസ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ. പേജ് 164 എടുക്കുക. അപ്പോൾ സൈബർ സ്പേസ് എന്നാൽ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബ് എന്നാണ് അല്ലേ. നമ്മൾ ജീവിക്കുന്നത് ഏത് ലോകത്താണ്? ഫിസിക്കൽ വേൾഡിലാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ, ഒരു ഫ്രൂട്ട് നമുക്ക് എടുത്താൽ ആ ഫ്രൂട്ട് നമുക്ക് കാണാം, തൊടാം, രുചിക്കാം, മണക്കാം അല്ലേ. ഇതാണ് റിയൽ വേൾഡ് അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡ് എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ വെർച്വൽ വേൾഡാണല്ലേ. ആ വെർച്വൽ വേൾഡിൽ ഇതേ ഫ്രൂട്ടിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കാണുന്നത് ഏത് സെൻസ് ഓർഗൻ ഉപയോഗിച്ചാണ്? ഐസ് വെച്ചാണ്. അപ്പോൾ ഐസിലൂടെ കാണുന്നത് ഒരു 80% സെൻസറി ഇംപ്രഷൻസും നമുക്ക് ൈസിലൂടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങോട്ട് പോകും? നമ്മുടെ ഇറ്റ് വിൽ ട്രാൻസ്ഫർ ദ സൈറ്റ് ടു അവർ ബ്രെയിൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഫ്രൂട്ടിനെ കാണുന്നത് റിയൽ ഫ്രൂട്ടിൻ്റെ ഓൾമോസ്റ്റ് അതേ ഫീലിംഗ് നമ്മിൽ ഉണ്ടാക്കും. അതിന് നല്ല ഗുണമുണ്ട്, ഇപ്പം കുറേ അഡിക്ഷൻസും അതൊക്കെ തന്നെയാണ് കാരണങ്ങൾ. സോ ദ സൈബർ സ്പേസ് എന്നത് റിയൽ വേൾഡ് പോലെ തന്നെ വേറൊരു വേൾഡായ വെർച്വൽ വേൾഡാണെന്ന് എസ്തർ ഡൈസൺ പറയുകയാണ്. അപ്പോൾ ലെസൺ തുടങ്ങാം. സംതിങ് ഇൻ ദ മോഡേൺ സൈക്കി loves new frontiers. We hanker after wide open spaces we like to explore. We like to make rules instead of following them. However, is there a place where you can go and be yourself without worrying about the neighbors? ആധുനിക മനസ്സിന് പുതിയ മേഖലകൾ ഇഷ്ടമാണെന്നാണ് ആദ്യത്തെ സെൻറ്റൻസ്. പിന്നെ ഹാങ്കർ എന്ന് പറയുന്ന ഒരു വേർഡുണ്ട്, അത് അതിയായ ആഗ്രഹം എന്നാണ്. അതായത് ആധുനിക മനസ്സിന് ഭയങ്കര ആഗ്രഹമാണ് വലിയ തുറന്ന ലോകത്തേക്ക് പോകാനായിട്ട്. ആധുനിക മനുഷ്യന് എക്സ്പ്ലോർ ചെയ്യാൻ, പുതിയ മേഖലകൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ്. ആധുനിക മനസ്സിന് നിയമങ്ങൾ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ആ നിയമങ്ങളെ ഫോളോ ചെയ്യാൻ ഇഷ്ടമല്ല. ഒബേ ചെയ്യുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് അല്ലേ. എന്തായാലും നമ്മളായിരിക്കാൻ, തൊട്ടടുത്ത ആളുകൾ നമ്മളെ ശല്യം ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലമുണ്ട്. അതാണ് സൈബർ സ്പേസ് എന്ന് എസ്തർ പറയുന്നു. Yes, there is such a place, cyberspace. Formerly a playground for computer nerds and techies, cyberspace now embraces every conceivable constituency, including school children. പണ്ട് സൈബർ സ്പേസ് ഉപയോഗിച്ചത് കമ്പ്യൂട്ടറിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമായിരുന്നു. അതിൽ കമ്പ്യൂട്ടർ എക്സ്പേർട്സും ഒക്കെ മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ സ്കൂൾ കുട്ടികളും ഉപയോഗിച്ച് തുടങ്ങി. All get along amicably in the cyber world, or will our fear of kids misusing the cyberspace provoke a crackdown? അത് അവർക്ക്, ഈ കുട്ടികൾക്ക് അമിക്കബിൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ആവുമോ, അതോ നമ്മളുടെ കുഞ്ഞുങ്ങൾ ഈ സൈബർ സ്പേസിനെ മിസ്യൂസ് അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുമെന്ന പേടി കൊണ്ട് നമ്മൾ ക്രാക്ക് ഡൗണിലേക്ക് പോകുമോ, അതായത് നിയമം ഉണ്ടാക്കാൻ നമ്മൾ നിർബന്ധിതരാകുമോ എന്ന് എസ്തർ ഡൈസൺ ചോദിക്കുകയാണ്. നെക്സ്റ്റ് പാര. ദ ഫസ്റ്റ് ഓർഡർ ഓഫ് ദ ബിസിനസ് ഇസ് ടു ഗ്രാസ്പ് വാട്ട് സൈബർ സ്പേസ് ഇസ്. ഇറ്റ് മൈറ്റ് ഹെൽപ്പ് ടു ലീവ് ബിഹൈൻഡ് മെറ്റഫേഴ്സ് ഓഫ് ഹൈവേസ് ആൻഡ് ഫ്രോണ്ടിയേഴ്സ് ആൻഡ് ടു തിങ്ക് ഇൻസ്റ്റെഡ് ഓഫ് റിയൽ എസ്റ്റേറ്റ്. Real estate, remember, is an intellectual, legal, artificial environment constructed on top of land. ആദ്യം എന്താണ് സൈബർ സ്പേസ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ റിയൽ എസ്റ്റേറ്റ് എന്ന ആ വേർഡ് ഉണ്ടല്ലോ, ആ ഒരു ആശയം ഉണ്ടല്ലോ, അതിലൂടെ നമുക്ക് സൈബർ വേൾഡിനെ അല്ലെങ്കിൽ സൈബർ സ്പേസിനെ മനസ്സിലാക്കാൻ നോക്കാം. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ പുറത്ത് നമ്മൾ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡിവിഷൻസാണ്, വേർതിരിവുകളാണ്. ഒരു ബുദ്ധിപരമായ, നിയമപരമായ, ആർട്ടിഫിഷ്യലായ ഒരു എൻവയൺമെൻറ്റാണ് ഭൂമിയുടെ പുറത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. It recognizes the difference between parkland and shopping mall, between red light zone and school district, between church, state and drugstore. ഈ ഒരു നിയമപരമായ ഈ ഒരു എൻവയൺമെൻറ്റ് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള ഷോപ്പിംഗ് മോള്, ഭൂമിയുടെ പുറത്തുള്ള ഷോപ്പിംഗ് മോളും
അത് കണ്ടാൽ നമുക്കൊരു പുൽമേടായിട്ടോ അല്ലെങ്കിൽ പാർക്ക് ലാൻഡായിട്ടോ തോന്നില്ലല്ലോ. അപ്പോൾ അത് ഷോപ്പിംഗ് മാളിൽ കാണുമ്പം അത് വ്യത്യാസമാണ്, ഇതിൽ നിന്ന് പുൽമേടിൽ നിന്ന് വ്യത്യാസമാണെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നു. ഇന്ന സ്ഥലം ചേർച്ചാണെന്ന്, ഇന്ന സ്ഥലം ഒരു സ്റ്റേറ്റായി അറിയപ്പെടുന്നു എന്നും, ഇന്ന സ്ഥലം ഡ്രഗ് സ്റ്റോർ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോർ ആണെന്നും ഒക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്നു ഈ റിയൽ എസ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റ്. In the same way, you could think of cyberspace as a giant and unbounded world of virtual real estate. Some property is privately owned and rented out, other property is common land. Some places are suitable for children and others are best avoided by all but the oddest citizens. ഇതേ റിയൽ വേൾഡ് പോലെ തന്നെ, റിയൽ എസ്റ്റേറ്റ് പോലെ തന്നെ സൈബർ സ്പേസും ഒരു വലിയ അതിരില്ലാത്ത വെർച്വൽ റിയൽ എസ്റ്റേറ്റ് ആണ് കേട്ടോ. ആ ലോകത്ത് ചില മേഖലകൾ സ്വകാര്യ വ്യക്തികൾ ഓൺ ചെയ്യുന്നു, അവർ ഓണേഴ്സാണ്. ചിലത് വാടകയ്ക്ക് വേറെ സ്ഥലം ഒരു പൊതു ഇടമാണ്. കുട്ടികൾക്ക് അനുയോജ്യമായ ഇടങ്ങളും ഉണ്ട്. ചില ഇടങ്ങൾ എല്ലാവരും തന്നെ ഒഴിവാക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷെ ചില വിചിത്ര മനുഷ്യർ ആ ഇടങ്ങൾ ഇഷ്ടപ്പെടുന്നു. Unfortunately, it's those places that are now capturing the popular imagination. They make cyberspace sound like a nasty place. Good citizens jump to a conclusion: better regulate it. നിർഭാഗ്യവശാൽ ഇങ്ങനത്തെ വിചിത്ര മനുഷ്യർ ഉപയോഗിക്കുന്ന ഈ സൈറ്റ്സ് കാരണം സാധാരണ ജനങ്ങളിൽ അലട്ടുന്ന ചിന്തകളുണ്ടാക്കുന്നു. അതോടെ ഈ ജനം സൈബർ സ്പേസിനെ ഒരു മോശമായിട്ടുള്ള ഇടമായിട്ട് കാണുകയാണ്. എന്നിട്ട് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുന്നു, സൈബർ സ്പേസിനെ നിയന്ത്രണ വിധേയമാക്കണമെന്ന്. Next para, using censorship to counter and silence cyberspace fundamentally misinterprets the nature of cyberspace. Cyberspace isn't a frontier where wicked people can grab unsuspecting children, nor is it a giant television system that can beam offensive messages at unwilling viewers. നമുക്കറിയാം, നമ്മൾ ഫിലിംസിൻ്റെയൊക്കെ സെൻസർഷിപ്പ് അതൊക്കെ കൊണ്ടുവരുന്ന കാര്യം. അതുപോലെ തന്നെ സൈബർ സ്പേസിലും സെൻസർഷിപ്പ് കൊണ്ടുവന്നാൽ സൈബർ സ്പേസിൻ്റെ തനതായ സ്വഭാവം തന്നെ മാറിപ്പോകുമെന്നാണ് ഇവിടെ എസ്തർ ഡൈസൺ പറയുന്നത്. സൈബർ ലോകം ദുഷ്ടബുദ്ധികൾക്ക്, അൺസസ്പെക്റ്റിംഗ് ആയ കുട്ടികളെ അല്ലെങ്കിൽ അപകടം മണത്തറിയാൻ കഴിവില്ലാത്ത കുട്ടികൾ നെറ്റ് ഉപയോഗിക്കുന്ന അങ്ങനത്തെ കുട്ടികളെ ട്രാപ്പ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു സ്ഥലം ഉപയോഗിക്കുന്ന സ്ഥലമല്ല. അവർ ട്രാപ്പ് നമ്മളിപ്പോൾ ഒരു കുട്ടി ഒരു സൈബർ സ്പേസ് നെറ്റ് തുറന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ ഉടനെ അങ്ങ് കയറി പിടിക്കാനായിട്ട് പറ്റുന്ന ഒരു ഇടമല്ല. ആ കുട്ടി അങ്ങോട്ട് പോയാലേ അവരതിൽ ട്രാപ്പ് ചെയ്യുള്ളൂ. അതാണ് ഇവിടെ എസ്തർ ഡൈസൺ പറയുന്നത്. അതുപോലെ വലിയ ടി വിയിൽ നിന്ന്, നമ്മൾ ടി വി ഒക്കെ കാണുമ്പോൾ വലിയ സ്ക്രീനിലുള്ള ടി വിയിൽ നിന്ന് പുറത്തു വരുന്ന ഒഫെൻസീവായിട്ടുള്ള മെസ്സേജസ്, നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കുറ്റകരമായ ഒരു മെസ്സേജസ് നമുക്ക് ഇഷ്ടമല്ലെങ്കിലും നമ്മളത് കേൾക്കേണ്ടി വരുന്നു. അൺവില്ലിങ് വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത നമ്മൾ കാണികൾ അത് ഇഷ്ടമല്ലെങ്കിലും കേൾക്കേണ്ടി വരുന്നു. അങ്ങനെ നമ്മുടെ പുറത്ത് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ ടി വി കാണിക്കുന്ന പോലെ നമ്മൾ ഇത് സൈബർ സ്പേസ് അങ്ങനെ കാണിക്കുന്നില്ല എന്നാണ് എസ്തർ ഡൈസൺ പറയുന്നത്. In this kind of real estate, users have to choose where they visit, what they see, what they do. It is optional, and it's much easier to bypass a place on the net than it is to avoid walking past an unsavory block of stores on the way to your home. അതായത് സൈബർ സ്പേസ് തുറന്നാൽ ഉടനെ അപകടം നമ്മളെ എടുത്തുകൊണ്ട് പോകുന്ന ഒരിടമല്ല, ഇഷ്ടമില്ലാത്തത് കാണേണ്ടി വരുന്ന ഒരിടവുമല്ല. മറിച്ച് കാണികൾക്ക് തിരഞ്ഞെടുക്കാം ഏത് സൈറ്റിൽ എനിക്ക് പോകണം, അതാണ് വേ ദേ വിസിറ്റ്, എന്താ കാണണം, എന്ത് ചെയ്യണം എന്നുള്ളത് അത് ഇഷ്ടാനുസൃതമാണ്. യഥാർത്ഥ ലോകത്തിൽ അല്ലെങ്കിൽ റിയൽ വേൾഡിൽ നമുക്ക് വീട്ടിലേക്ക് നടക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കടകളുടെയൊക്കെ മുമ്പിൽ കൂടെ, കുറേ കടകളുടെ മുമ്പിലൂടെ നടന്ന് വേണം പോയാലേ നമുക്ക് നമ്മുടെ വീട്ടിലെത്താൻ പറ്റുള്ളൂ. പക്ഷേ ഇൻ്റർനെറ്റിലെ ഒരു സൈറ്റിലേക്ക്, നമുക്ക് ഇഷ്ടമുള്ള ഒരു സൈറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത മറ്റ് സൈറ്റ്സിലൂടെ മുമ്പിലൂടെ മാത്രം പോയാലേ നമുക്ക് ഇഷ്ടമുള്ള സൈറ്റിലെത്തൂ എന്നൊന്നും ഇല്ല. നമുക്ക് സൈബർ ലോകത്ത് ഇഷ്ടമുള്ള സ്ഥലം അല്ലെങ്കിൽ സൈറ്റിലേക്ക് പോകാൻ എളുപ്പമാണ് എന്നാണ് എസ്തർ ഡൈസൺ പറഞ്ഞു വരുന്നത്. Put plainly, cyberspace is a voluntary destination. In reality, many destinations. You don't just get on to the net, you have to go
some place in particular. That means that people can choose where to go and what to see. Yes, community standards should be enforced, but those standards should be set by cyberspace communities themselves. What we need isn't control from outside over these electronic communities. We need self-rule. വ്യക്തമായി പറഞ്ഞാൽ സൈബർ സ്പേസ് ഒരു വോളണ്ടറി ഡെസ്റ്റിനേഷനാണ് കേട്ടോ. അതായത് സ്വമേധയാ നമ്മൾ വോളണ്ടറി ആയിട്ട് ഡിസിഷൻ എടുക്കുക, എനിക്കിത് ഇന്ന സൈറ്റിൽ പോകണം എന്ന് നമ്മൾ പോയാലേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ വേറൊരാൾ വിചാരിച്ച് നമ്മളെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പം ഓഫ്ലൈൻ ക്ലാസ്സസിലാണെങ്കിൽ നിങ്ങൾ നിർബന്ധിതരാവുകയാണ് ആ ക്ലാസ്സിൽ ഇരുന്ന് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും നിങ്ങളെ ആ ഒരു ലെസൺ പഠിപ്പിക്കുക, ഇംഗ്ലീഷിലെ ലെസൺ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കും ടീച്ചർ ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ അത് പഠിപ്പിച്ചേ അങ്ങോട്ട് കൊണ്ടുപോയേ അടങ്ങുള്ളൂ എന്നുള്ള രീതിയിലാണ്. അതേസമയം നിങ്ങൾക്ക് ഓൺലൈനാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് യു വിൽ ലിസൺ ടു ഇറ്റ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് സൈബർ സ്പേസിലെ കാര്യങ്ങൾക്കൊരു നിലവാരമൊക്കെ എന്തായാലും വേണം എന്നാണ് എസ്തർ പറയുന്നത്. അത് തീരുമാനിക്കേണ്ടത് ഇതുമായിട്ട് ഈ കമ്പ്യൂട്ടർ വേൾഡുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ജീവിക്കുന്ന വർഗ്ഗമല്ല. ആ സൈബർ ലോകത്തെ അറിയുന്ന ഒരു വർഗം തന്നെ വേണം ഇതിൽ റൂൾസൊക്കെ കൊണ്ടുവരേണ്ടത്. അതായത് നമ്മൾ സെൽഫ് റൂൾ ഉണ്ടാക്കണം, അതായത് സ്വയംഭരണം ഉണ്ടാക്കണം എന്ന് അവർ പറയുകയാണ്. അതായത് നമ്മളായാലും ഉപയോഗിക്കുന്നവർ എന്ത് ചെയ്യണം, ഇത്ര നേരെ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ, ഇന്ന സൈറ്റുകളെ ഞാൻ കാണുള്ളൂ, ഈ പോപ്പ് സൈറ്റ്സ് ഒന്നും ഞാൻ ഉപയോഗിക്കില്ല എന്നിങ്ങനെയൊക്കെയുള്ള സെൽഫ് റൂൾസ് നമ്മൾ കൊണ്ടുവരണം. What makes cyberspace so alluring is precisely the way in which it is different from shopping malls, television, highways and other terrestrial jurisdiction. But let's define the territory. ഈ സൈബർ സ്പേസിനെ ഇത്രയും ആകർഷകം അല്ലെങ്കിൽ അല്യൂറിങ് ആക്കുന്നത് ഇത് നമ്മുടെ റിയൽ വേൾഡിലെ പോലെയല്ല എന്നുള്ളത് കൊണ്ടാണ്. ഷോപ്പിംഗ് മോളാണെങ്കിലും ഇപ്പം റിയൽ വേൾഡിൽ ഷോപ്പിംഗ് മോളാണെങ്കിലും ഇപ്പം നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെങ്കിൽ നമുക്കതിൽ അവിടെ ക്രോക്കറി ഐറ്റംസും അല്ല മറ്റേ സൂപ്പർ മാർക്കറ്റിൽ ഗ്രോസറീസും ഒക്കെ കിട്ടും അല്ലേ. അപ്പോൾ അത് നമ്മൾ തന്നെ പോയി അത് എടുക്കണം. പക്ഷേ ഗ്രോസറിയിൽ നിന്ന് അടിച്ച് സൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മാത്രമേ വരുള്ളൂ അല്ലേ. അപ്പോൾ അതുപോലെ ടി വി പോലെയോ ഹൈവേസ് പോലെയോ ഒരു ടെറസ്ട്രിയൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അധികാര പരിധിയിലുള്ള ഒരു സ്ഥലം പോലെയോ ഒന്നും അല്ല ഈ സൈബർ സ്പേസ് എന്നുള്ള വേൾഡ്. എന്നാലും ഇതിനെ കുറച്ച് അതിർവരുമ്പകളൊക്കെ ഉണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. First, there are private email conversations akin to the conversations you have over the telephone or voicemail. These are private and consensual and require no regulation at all. ആദ്യത്തേത് സ്വകാര്യ ഇമെയിൽ കോൺവെർസേഷൻസ് ആണ്. നമ്മൾ ടെലിഫോണിൽ സംസാരിക്കുന്നത് പോലെ തന്നെ ഈ സൈറ്റിൽ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളും കോൺസെൻഷ്വൽ എന്ന് പറഞ്ഞാൽ ഇരുകൂട്ടരും സമ്മതത്തോടെയൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണം ആവശ്യമില്ല. There are information and entertainment services where people can download anything from legal texts and lists of great new restaurants to game software or interesting presentations. These places are like bookstores, malls and movie houses, places where you go to buy something. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് സർവീസസ് തരുന്ന സൈറ്റ്സാണ്. അതായത് വിജ്ഞാനം അല്ലെങ്കിൽ വിനോദം നൽകുന്ന സേവനങ്ങളാണ്. ആളുകൾക്ക് ആവശ്യമുള്ളത് അവിടെ ഡൗൺലോഡ് ചെയ്യാം. എന്തൊക്കെയാണത്? ലീഗൽ ടെക്സ്റ്റ്, നിയമപുസ്തകം മുതൽ നല്ല വലിയ റെസ്റ്റോറൻറ്റ്സിൻ്റെ ലിസ്റ്റ്, പിന്നെ ഗെയിം സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻസ്, അതായത് താല്പര്യം ഉണ്ടാക്കുന്ന ആളുകളുടെ അവതരണങ്ങൾ, ഇതെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് ശരിക്കും നമ്മുടെ യഥാർത്ഥ ലോകത്തിൽ നമ്മളൊരു ബുക്ക് സ്റ്റോളിൽ ചെന്ന് സാധനം വാങ്ങിക്കുക, ബുക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ മോളിൽ ചെന്ന് ഒരു ഡ്രസ്സ് എടുക്കുക, അല്ലെങ്കിൽ മൂവി പോയി കാണാൻ വേണ്ടി നമ്മളെല്ലാം പൈസ കൊടുത്തു അല്ലേ, അങ്ങനെ ഒരു ബൈയിങ് തിങ്സ്. അതുപോലെയാണ് ഇവിടെയും നടക്കുന്നത്. ദ കസ്റ്റമർ നീഡ്സ് ടു റിക്വസ്റ്റ് എൻ ഐറ്റം ഓർ സൈൻ അപ്പ് ഫോർ എ സബ്സ്ക്രിപ്ഷൻ. സം ഓഫ് ദീസ് സർവീസസ് ആർ ഫ്രീ, അതേഴ്സ് ചാർജ് ആൻഡ് മേ ബിൽ ദിയർ കസ്റ്റമേഴ്സ് ഡയറക്ട്ലി. ഉപഭോക്താവ് അല്ലെങ്കിൽ കസ്റ്റമർ എനിക്ക് ഇന്ന സാധനം ഐറ്റം വേണം എന്ന് പറഞ്ഞാൽ അത് കിട്ടും. ചില സൈറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വരും. ചില സൈറ്റിന് സർവീസസ് അല്ലെങ്കിൽ സേവനം ഫ്രീ ആണ്, മറ്റു ചിലത് വില ഈടാക്കും. അതിൻ്റെ ബില്ല് ഉപഭോക്താവിന് ഡയറക്റ്റായി കൊടുക്കും. Third, there are real communities, groups of people who communicate among themselves. In real estate terms, they are like shops or restaurants or playgrounds. Each active participant contributes to a general conversation, generally through posted messages.
മൂന്നാമത്തേത് റിയൽ കമ്മ്യൂണിറ്റീസ് എന്ന ഗ്രൂപ്പ്സ് ആണ്. ഇത് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ റിയൽ വേൾഡിലെ ഷോപ്സ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ പ്ലേ ഗ്രൗണ്ട്സ് ഫങ്ഷൻ ചെയ്യുന്ന പോലെയാണ് സൈബർ വേൾഡിലും ഇങ്ങനെ റിയൽ കമ്മ്യൂണിറ്റീസ് ഫങ്ഷൻ ചെയ്യുന്നത്. നമ്മൾ പോയി കഴിഞ്ഞാൽ റിയൽ വേൾഡിൽ ഷോപ്പിൽ ഇന്ന പെന്ന് വേണോ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പ് കീപ്പർ ആ പെന്നെടുത്ത് തരും. അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇന്ന ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ വെയിറ്റർ വന്ന് ആ ഫുഡ് എടുത്ത് നമുക്ക് കൊണ്ടുവന്ന് സെർവ് ചെയ്യും. അതുപോലെ പ്ലേ ഗ്രൗണ്ട്സിലാണെങ്കിലും നമ്മൾ ഒരു അവിടുത്തെ കോമൺ ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഗ്രൂപ്പായിരിക്കും അവർ, അല്ലേ? അപ്പോൾ ഫുട്ബോൾ ഇഷ്ടമുള്ളവരായിരിക്കും അല്ലെങ്കിൽ ക്രിക്കറ്റ് ഇഷ്ടമുള്ളവരായിരിക്കും. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻസ് നടക്കുന്നുണ്ട്, അല്ലേ? ആശയവിനിമയം നടക്കുന്ന പോലെ തന്നെയാണ് ഇങ്ങനെ റിയൽ കമ്മ്യൂണിറ്റീസിലും കാര്യങ്ങൾ നടക്കുന്നത്. റിയൽ കമ്മ്യൂണിറ്റിയിൽ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു പാർട്ടിസിപ്പൻറ്റ് അല്ലെങ്കിൽ ഒരു സജീവ പങ്കാളി ഒരു സംഭാഷണം തുടങ്ങും. അത് മെസ്സേജസിലൂടെ ആയിരിക്കും. പക്ഷേ ചില ആൾക്കാർ അതിന് മറുപടി പറയും. മറ്റേ ചില പാർട്ടിസിപ്പൻസ് വെറുതെ കേട്ടിരിക്കുകയുള്ളൂ. വർത്തമാനത്തിൻ്റെ പോക്ക് ചിലർ നോക്കിക്കൊണ്ടിരിക്കും. Supervised by a moderator, others are more like bulletin boards. Anyone is free to post anything. Many of these services started out unmoderated but are now imposing rules to keep out unwanted advertising, extraneous discussions, or increasingly rude participants. Without a moderator, the decibel level often gets too high. ചില സൈറ്റ്സിന് മീഡിയേറ്ററിൻ്റെ മേൽനോട്ടം ഉണ്ടാവും. വേറെ സൈറ്റ്സ് ജസ്റ്റ് ബുള്ളറ്റിൻ ബോർഡ്സ് പോലെയാണ്, ആർക്കും എന്തും അതിൽ പോസ്റ്റ് ചെയ്യാം. പല സൈറ്റ്സിലും ആദ്യം മോഡറേറ്ററൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ മോഡറേറ്റേഴ്സിനെയും പിന്നെ റൂൾസും ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അൺവാണ്ടഡ് ആയിട്ടുള്ള അഡ്വർടൈസിങ്, അതായത് ആവശ്യമില്ലാത്ത അഡ്വർടൈസ്മെൻറ്റ്സ് വരുന്നു. എക്സ്ട്രേനിയസ് ഡിസ്കഷൻസ്, അതായത് അപ്രസക്തമായ ചർച്ചകൾ വരുന്നു. ഇൻക്രീസിങ് റൂഡ് പാർട്ടിസിപ്പൻസ്, അതായത് ഭയങ്കര അപമര്യാദയായി പെരുമാറുന്ന പങ്കാളികളൊക്കെ ഈ റിയൽ കമ്മ്യൂണിറ്റീസിൽ വരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റീസിൽ ചിലപ്പോൾ മോഡറേറ്റർ ഇല്ലെങ്കിൽ ഡെസിബൽ ലെവൽ, ശബ്ദം ഭയങ്കര ഹൈ ആയി, അതായത് വഴക്ക് കൂടി മൂത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മോഡറേറ്റർ വെക്കുന്നത് അവർ വെക്കുന്നതായിരിക്കും. What's unique about cyberspace is that it liberates us from the tyranny of power structures where everyone lives by the rule of the majority. In a democracy, minority groups and minority preferences tend to get squeezed out, whether they are minorities of race and culture or minorities of individual taste. സ്പേസിൻ്റെ യുണീക്നെസ്സിനെ കുറിച്ചാണ് ഇവിടെ എസ്ഡൈസൺ പറയുന്നത്. അതിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? യഥാർത്ഥ ലോകത്ത് നമ്മൾ പവർ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അധികാരികളുടെ ഏകാധിപത്യത്തിന് അടിമകളാണ്, അല്ലേ? ടിറണിക്ക് അടിമകളാണ്. പക്ഷേ ഈ സൈബർ സ്പേസിൻ്റെ ഇതെന്ന് വെച്ചാൽ നമ്മൾ സ്വതന്ത്രരാണ്. എല്ലാവരിൽ നിന്നും സ്വതന്ത്രരാണ്. പവർ സ്ട്രക്ചേഴ്സിൻ്റെ ടിറണിയിൽ നിന്നുമൊക്കെ സ്വതന്ത്രരാണ്. ഭൂരിപക്ഷത്തിൻ്റെ നിയമങ്ങളാണ് ഇവിടെ ഡെമോക്രസി ആണെങ്കിലും വരുന്നത്, അല്ലേ? അപ്പോൾ ന്യൂനപക്ഷമായി ജീവിക്കേണ്ടി വരുന്നവർക്ക് അവിടെ ഒരു ഫ്രീഡം അധികം ഉണ്ടാവില്ല എന്ന് എസ്ഡൈസൺ പറയുന്നു. അതായത് ഭൂരിപക്ഷമാകുന്ന സാധാരണ ജനത്തിന് കമ്പ്യൂട്ടർ ഒരു നാസ്റ്റി പ്ലേസ് ആണെന്ന് തോന്നിയതിൻ്റെ പിന്നാലെയാണ് നമ്മുടെ ജിം എക്സോൺ എന്ന US സെനറ്റർ ഒരു അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നത്, അല്ലേ? അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ശരിക്കും റൂൾസ് ഭൂരിപക്ഷത്തിൻ്റെ ഗവൺമെൻറ് കൊണ്ടുവരും, അല്ലേ? അപ്പോൾ ആ മൈനോറിറ്റി ഗ്രൂപ്പായ കമ്പ്യൂട്ടർ അറിയുന്ന കൂട്ടർക്ക് അതൊരു അവരെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ് എന്ന് എസ്ഡൈസൺ പറയുന്നു. ഒരു ജനാധിപത്യമായാലും ഒരു ന്യൂനപക്ഷത്തിൻ്റെ, അതായത് റേഷ്യലായിട്ട് നോക്കിയാലും വംശപരമായോ സാംസ്കാരികമായോ വ്യക്തിപരമായ താല്പര്യമുള്ള ന്യൂനപക്ഷത്തിനെ അവിടെ അടിച്ചമർത്തും എന്നാണ് എസ്തർ പറയുന്നത്. ഇതെല്ലാം യഥാർത്ഥ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ സൈബർ സ്പേസിൽ അങ്ങനെയല്ല. Cyberspace allows communities of any size and kind to flourish. In cyberspace, communities are chosen by the users, not forced on them by accidents of geography. This freedom gives the rules in cyberspace and moral authority that rules in terrestrial environments don't have. Most people are stuck in the country of their birth, but if you don't like the rules of the cyberspace community, you can just sign off, love it or leave it.
അപ്പോൾ ഇവിടെ സൈബർ സ്പേസിൽ എത്ര ചെറിയ മൈനോറിറ്റി ആയാലും അവർക്ക് അവരുടെ സംഘം ഉണ്ടാക്കി അതിൽ തഴച്ച് അതിന് വളരാമെന്നാണ് പറയുന്നത്. നമുക്ക് സൈബർ സ്പേസിൽ നമുക്ക് ഇഷ്ടമുള്ള സംഘവുമായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. ഇപ്പോൾ ഈ പിന്നെ ലോകത്ത് നമുക്ക് ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് കാരണം നമുക്ക് അകന്ന് നിൽക്കേണ്ടി വന്നാലും സൈബർ സ്പേസിൽ നമ്മൾക്ക് അങ്ങനെ ഒരു അകൽച്ച ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഫോർ ഇൻസ്റ്റൻസ് 2011 ഈജിപ്തിൽ ഒരു റെവല്യൂഷൻ നടന്നു. പ്രസിഡൻറ്റ് ഹോസ്നി മുബാരക് എന്ന് പറയുന്ന ഏകാധിപതി, അയാൾ 31 വർഷമായിട്ട് എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സ്ഥലമാണ് അവിടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ക്രൂരതയ്ക്കെതിരെ ജനങ്ങളെല്ലാം ഈ കമ്പ്യൂട്ടർ വഴി അവർ മീറ്റ് ചെയ്ത് ഒരു റെവല്യൂഷൻ സ്റ്റാർട്ട് ജാനുവരി 25-നാണ് ഇത് ഇവർ പ്രൊട്ടസ്റ്റ് നടത്തുന്നു. എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നല്ലതായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവർ പ്രൊട്ടസ്റ്റ് നടത്തുകയുണ്ടായി. അപ്പോൾ ഈ കമ്പ്യൂട്ടർ കൊണ്ട് സൈബർ സ്പേസ് കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗുണം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അതോടുകൂടി എമർജൻസി ലിഫ്റ്റ് ചെയ്തു. മുഹമ്മദ് മോർസി എന്ന് പറയുന്ന പുതിയ പ്രസിഡൻറ്റ് വന്നു. പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നു ഈ സൈബർ സ്പേസിൻ്റെ സൗകര്യത്തോടെ. സൈബർ വേൾഡിൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലം നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനായിട്ടൊരു തടസ്സമായിട്ട് നിൽക്കില്ല എന്നുള്ളതാണ് എസ്തർ പറയുന്നത്. പക്ഷേ റിയൽ വേൾഡിലാണെങ്കിലോ നമുക്ക് നമ്മുടെ നാട് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അവിടെ ജീവിക്കാൻ ഫോഴ്സ്ഡാണ്, സ്റ്റക്കായ അവസ്ഥയാണ് അല്ലേ. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇവിടം വിട്ട് പോകാൻ നമുക്ക് വേറെ നിവൃത്തിയില്ല. പക്ഷേ സൈബർ സ്പേസിലാണെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കണ്ടാലോ കേട്ടാലോ നമുക്ക് അവിടം വിട്ട് പോകാം. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഡിബേറ്റ് നടക്കുകയാണ്, ആ ഡിബേറ്റിൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റ് അടിക്കാം അല്ലേ. അപ്പോൾ അതാണ് ലവ് ഇറ്റ് ഓർ ലീവ് ഇറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈക്ലി ടു ഹാപ്പൻ ഇൻ സൈബർ സ്പേസ് ഇസ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ കമ്മ്യൂണിറ്റീസ് ഫ്രീ ഓഫ് ദ കൺസ്ട്രെയിൻസ് ദറ്റ് കോസ് കോൺഫ്ലിക്റ്റ് ഓൺ എർത്ത്. ഇൻസ്റ്റെഡ് ഓഫ് എ global village, we will have invented another world of self-contained communities that cater to their own members' inclinations without interfering with anyone else's. ഇപ്പോൾ സ്പേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നടക്കുന്നത്? അവിടെ ആൾക്കാർ സംഘങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്, പുതിയ പുതിയ സംഘങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഭൂമിയിലാണെങ്കിലും ആളുകൾ തമ്മിൽ സംഘങ്ങൾ ഉണ്ടാക്കിയാൽ തന്നെ ആ സംഘങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം, അടി ഉണ്ടാവാം. പക്ഷേ സൈബർ സ്പേസിൽ അങ്ങനെ സംഘങ്ങൾ തമ്മിൽ ക്ലാഷ് വരുന്നില്ല. അവരവരുടെ ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് അല്ലേ. അതുപോലെ തന്നെ അന്യോന്യം പറയുന്ന ആശയങ്ങളും നമ്മൾ തമ്മിൽ ആ ഒരു ഇത് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ്, ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നമുക്ക് തമ്മിൽ ക്ലാഷ് വരുന്നില്ല. മറ്റുള്ളവരുടെ സംഘത്തിലേക്ക് നമ്മൾ കയറി ചെന്ന് ഇടപെടുന്നില്ല. ഒരു സംഘം ഫോം ആയാൽ അതിൽ നിയമങ്ങൾ ആ സംഘത്തിലുള്ളവർ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, ഭൗതിക സമ്പത്ത്, ആ സംഘത്തിലുള്ള ഭൗതിക സമ്പത്തെക്കുറിച്ച് അവർ ധാരണയാവും. കണ്ടൻറ്റ് എന്തായിരിക്കണം, ആ സംഘത്തിലുള്ളവർ തമ്മിൽ സംസാരിക്കുന്ന കണ്ടൻറ്റ് എന്തായിരിക്കണം, ഉള്ളടക്കം എന്തായിരിക്കണം. പിന്നെ ആ ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ പ്രവേശന നിയന്ത്രണം, ആരൊക്കെ ഇന്ന ആറ്റിറ്റ്യൂഡുള്ളവർ മാത്രമേ പ്രവേശിക്കാവൂ. പ്രൈവസി റൂൾസ്, സ്വകാര്യ നിയമം, ഇതൊക്കെ പിന്നെ ഫ്രീ സ്പീച്ച്, പറയാനുള്ള സ്വാതന്ത്ര്യം, എത്രമാത്രം ഫ്രീ സ്പീച്ച് അവിടെ വേണം, ഇതൊക്കെ ഒരു ധാരണ അവർ തമ്മിൽ ഉണ്ടാക്കുന്നു. ഇതൊക്കെ സംബന്ധിച്ച് ഈ കൂട്ടർ തന്നെ നിയമങ്ങൾ കൊണ്ടുവരണം. ഇൻ ദ എൻഡ് അവർ സൊസൈറ്റി നീഡ്സ് ടു ഗ്രോ അപ്പ്. ഗ്രോയിങ് അപ്പ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് there are no perfect answers, no all purpose solutions. We haven't created a perfect society on earth and we won't have one in cyberspace either, but at least we can have individual choice and individual responsibility. ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ സമൂഹം വളരേണ്ടിയിരിക്കുന്നു എന്നാണ് എസ്തർ ഡൈസൺ പറയുന്നത്. വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശാരീരികമായ വളർച്ചയല്ല, മാനസികമായി നമ്മൾ വളരണം എന്നാണ് അർത്ഥം. അതായത് നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ ഒരിക്കലും ഒന്നിനും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസേഴ്സോ അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഓൾ പർപ്പസ് സൊല്യൂഷനോ അല്ലെങ്കിൽ ഒറ്റമൂലിയായ ഒരു പരിഹാരമോ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ നമ്മളൊരു ഉത്തമ ലോകമാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? അല്ല. പിന്നെ അതുപോലെ ഒരു ഉത്തമ ലോകം സൈബർ സ്പേസിൽ ഉണ്ടാവണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നത് അപ്പോൾ ശരിയാണോ എന്നാണ് എസ്തർ ചോദിക്കുന്നത്. പക്ഷേ നമുക്ക് വ്യക്തിപരമായിട്ട് അവസരം സൈബർ സ്പേസ് തരുന്നുള്ളൂ. നിനക്ക് പോകണമെങ്കിലേ നീ പോകാനായിട്ട് ആഗ്രഹിച്ചാലേ നിനക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂ, അല്ലാതെ വേറൊരാൾക്ക് വന്ന് നിന്നെ പിടിച്ചെടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തോടെ വേണം സൈബർ സ്പേസ് നിങ്ങൾ ഉപയോഗിക്കാൻ എന്നും എസ്തർ പറയുന്നു. സോ ഈ സൈബർ സ്പേസിൻ്റെ എസ്സേ ചോദിച്ചാൽ ഈ ലെസണിലെ കുറേ പോയിൻറ്റ്സ് നിങ്ങൾക്ക് എഴുതാം. സൈബർ സ്പേസ് എന്ന് പറയുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ആണെന്നും അതിനെ നമ്മളൊരു നാസ്റ്റി പ്ലേസ് ആയിട്ട് കൺക്ലൂഡ് ചെയ്യരുതെന്നും, പിന്നെ അതുമാത്രമല്ല ഇറ്റ് ഫ്രീസ് യു ഫ്രം പവർ സ്ട്രക്ചേഴ്സ് അല്ലേ. പിന്നെ യു ക്യാൻ ജോയിൻ കമ്മ്യൂണിറ്റീസ് ദാറ്റ് കേറ്റർ ടു യുവർ ടേസ്റ്റ്. യു ഷുഡ് മേക്ക് സെൽഫ് റൂൾസ്. ഡിഫറെൻറ്റ് ഏരിയാസ് ആർ ദെയർ ഇൻ സൈബർ സ്പേസ് ലൈക്ക് ഇമെയിൽ, റിയൽ കമ്മ്യൂണിറ്റീസ്,
ദെൻ എസ്സർ പറയുന്നത് നമ്മൾ ഗ്രോ അപ്പ് ചെയ്യണം എന്നുള്ളതാണ്. യു ഹാവ് ടു യൂസ് ഇറ്റ് ആസ് ഇറ്റ് ഗിവ്സ് യു ഇൻഡിവിജ്വൽ ചോയ്സ് ആൻഡ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ യു ക്യാൻ ഐദർ ലവ് ഇറ്റ് ഓർ യു ക്യാൻ ലീവ് ഇറ്റ് എന്നും പറയുന്നു.